ഹലോ ഗൈസ്, ഹൗ ആർ യു? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു ആപ്ലിക്കേഷനാണിത്. അതായത് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ അതൊരു വലിയ മാരാറോ അതാവും. നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് അതെങ്കിലും പ്രശ്നമില്ല, പക്ഷെ യൂട്യൂബിലാണ് നിങ്ങൾ ചെയ്യുന്നത്. യൂട്യൂബ് നമ്മൾ ക്രോമിൽ യൂട്യൂബ് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ളവർക്കല്ല. യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അത്യാവശ്യമാണ്. അതായത് YT യൂട്യൂബ് സ്റ്റുഡിയോ എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. YT എന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്തെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോന്റെ ക്വാളിറ്റി, അതായത് അത് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ അപേക്ഷിച്ചാണ് യൂട്യൂബ് ക്വാളിറ്റി പറയുന്നത്. എത്ര ആൾക്കാർ ഇത് കണ്ടു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിന് ഇതുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടതെന്നാണ്, നമുക്ക് യൂട്യൂബ് ആപ്പിൽ നമുക്ക് ഒരിക്കലും ടാഗ്സ് ഉപയോഗിക്കാൻ കഴിയില്ല. ടാഗ്സ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൽ നമുക്ക് എല്ലാം നമ്മുടെ വീഡിയോ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടതെങ്കിലും വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ആപ്പ് ഉപയോഗിച്ച് വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് തമ്പനയിൽ വെക്കാം. ഈ ആപ്പ് ഉപയോഗിച്ച് തമ്പനയിൽ വെക്കാം. അപ്പം നമ്മൾ അതിനെ കുറിച്ച് കുറച്ച് ഉള്ളിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ YT സ്റ്റുഡിയോൻ്റെ ഒരു എംബ്ലം. അത് നമ്മളിത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അതിനൊരു വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണാം, ഇതാണ് സാധനം, ഇതാണ് നമ്മളെ YT സ്റ്റുഡിയോ. ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ യൂട്യൂബിലേക്ക് കയറിയിട്ട് നമ്മുടെ ചാനൽ ഐക്കണിൽ പോയിട്ട് സാധാരണ അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുണ്ടാവും. ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ നേരിട്ട് ഇപ്പം എൻ്റെ നേരിട്ട് അതിലേക്ക് കയറി പോകുന്നുണ്ട്, കണ്ട. അതല്ല, നിങ്ങൾക്കാവുമ്പോൾ അത് ഡൗൺലോഡ് ലിങ്കിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മളെ വാച്ച് അവറും നമ്മളെ സബ്സ്ക്രൈബർ ചേഞ്ച് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വീഡിയോസൊക്കെ അതിൽ കാണുന്നുണ്ട്. നിങ്ങളത് അങ്ങനെ ആയിരിക്കില്ല വരുന്നത്. പുതിയതായിട്ടാണ് നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും വരില്ല അതിൽ. ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേരെ പോയിട്ട് നമുക്ക് സെർച്ച് ആക്കാം. എന്താണെന്ന് പറഞ്ഞാൽ YT സ്റ്റുഡിയോ. ഞാൻ ഓൾറെഡി അവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സാധനം എത്തിയാവാ എന്ത്. അപ്പോൾ ആ സാധനം ഞങ്ങൾക്കിപ്പോൾ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഞാൻ ഒന്ന് അപ്ഡേറ്റ് കൊടുക്കണം. അപ്പം അത് ഇപ്പോൾ അടിയിൽ കാണുന്നുണ്ടോ തമ്പനെയിൽ മേക്കറൊക്കെ. ആ തമ്പനെയിൽ മേക്കറൊക്കെ അതൊക്കെ നല്ലതാണ്. നമുക്ക് കുറച്ചും കൂടി തമ്പനെയിലൊക്കെ ഉണ്ടാക്കാൻ ക്യാൻവയാണ് നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് കൊടുക്കണം. അപ്പം അപ്ഡേറ്റ് കൊടുക്കാം. അപ്ഡേറ്റ് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ നേരിട്ട് ആപ്പിലേക്ക് കയറിയിട്ട് ബാക്കി പറഞ്ഞുതരാം. കൊടുത്തു. അപ്പോൾ ഗൈസ് ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കണം കേട്ടോ വീഡിയോന്. ഇപ്പൊ നമ്മളെ സാധനത്തിലേക്ക് പോകുന്നുണ്ട്. കയറി നമ്മളെ അപ്പൊ നമ്മളെ ചാനലിന്റെ ഒരു യൂട്യൂബ് തന്നെയാണ് ഇത്. പക്ഷെ നമുക്ക് വീഡിയോ കാണാൻ പറ്റൂലെന്ന് ഇതിൽ പറ്റൂല. നേരെ യൂട്യൂബിലേക്കായിരിക്കും കയറി പോകുന്നത്. ഇനി നമുക്കിത് വീഡിയോസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. കണ്ട, എൻ്റെ വീഡിയോസാണ്. ഞാനിട്ടൊരു 10ഓളം വീഡിയോസ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് നമുക്കിങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇത് ഞാൻ ഇന്നലെ അല്ല മിനിയാന്നിട്ട വീഡിയോ ആണ്. അതിൽ ആ പെന്നിൻ്റെ ചിഹ്നം കണ്ട, അതിന് ജസ്റ്റ് ഒന്ന് ഞെക്കാം. ഇപ്പം ഞാനതിൽ പോകുന്നില്ല, കുറച്ച് നെറ്റ് കുറവാണ് ഗൈസ്. അപ്പം നിങ്ങൾ ആ പെന്നിൽ ഞെക്കുക. പിന്നെ വേറൊരു ഇൻ്റർഫേസിലേക്ക്, നമ്മൾ വീഡിയോൻ്റെ ഒരു വലിയ ഇൻ്റർഫേസിലേക്ക് പോകും. അവിടെ ഇപ്പം നമ്മൾ തമ്പനയിലാണ്, ബാക്കി എഡിറ്റിംഗ് ഒക്കെ അതിൽ വരും. ടാഗ്സ് കൊടുക്കാം. ടാഗില്ലേ, ടാഗ് ഒക്കെ കൊടുക്കാൻ അതിൽ പറ്റും. എന്നിട്ട് നമുക്ക് വേണം ഒരു പെന്നും കൂടി ഉണ്ട്, അതും കൂടി ഞെക്കിയാൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇവിടെ എത്തും. നമുക്ക് തമ്പനയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ അവിടെയാണ് കമന്റ് വായിക്കുന്നത് കേട്ടോ. അവിടെ
ഇവിടെയാണ് കമൻറ്റ് വായിക്കുന്ന സ്ഥലം. അത് ഇപ്പം ഇതിൽ നമ്മൾ കാണുന്നുണ്ട് ഡാഷ്ബോർഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് ഇഷ്ടമില്ല എടുക്കാതെ അടിയിൽ അനലൈസ് ചെയ്യാനുണ്ട്. വീഡിയോസൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ കണ്ട നമുക്ക് ഓരോ ഗ്രാഫ് എന്നിട്ട് നമുക്ക് ഗ്രാഫിൽ വേഗം മനസ്സിലാവും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നതും അത് കുത്തനെ ഇടിയുന്നുണ്ടോ അതാ നമുക്ക് ഒരു ഇതുമില്ലേ നമുക്കതൊന്ന് മനസ്സിലാവും. എനിക്കൊന്നും ഇപ്പോൾ ഒന്നുമില്ല കേസ് എന്താ ചെയ്യാനല്ലേ കൂടുതലായിരിക്കും എന്ന് വിചാരിക്കാം. ഇപ്പൊ വേണ്ട ഇപ്പൊ ഒരു നല്ലത് പറഞ്ഞാല് അവിടെ നമ്മൾ 3 സാധനം കാണും. അത് ഏറ്റവും നല്ലതാണ്. അവര് നമുക്ക് പറഞ്ഞു തരും എന്താണ് നമ്മളെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടി, അതായത് നമുക്ക് 17 ഇത്ര 24 മണിക്കൂറിൽ അല്ലെങ്കിൽ 28 ദിവസത്തിൽ ഇത്ര കൂടി, അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്താ അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഗൈസ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ അത് ജസ്റ്റ് ഒന്ന് അടിച്ചേക്ക്. പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ പറഞ്ഞു അല്ലേ. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ബൈ ബൈ.